കോവിഡ് എന്ന മഹാമാരി കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഭീതി നിറഞ്ഞ കാലത്തെയാണ്. കോവിഡ് സൃഷ്ടിച്ച ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും പലരെയും വിട്ടുമാറിയിട്ടില്ല. SARS-CoV-2 കൊറോണ വൈറസ് ജനിതക വ്യതിയാനത്തിന് വിധേയമായി പുതിയ വകഭേദം രൂപപ്പെടുന്നതായിരുന്നു ഓരോ തരംഗത്തിനും കാരണമായത്. വാക്സിൻ കണ്ടെത്തി COVID-19 നിയന്ത്രിക്കാൻ സാധിച്ചെങ്കിലും രോഗത്തിന്റെ ആഘാതം വർഷങ്ങൾ പിന്നിട്ടിട്ടും പലരിലും വിട്ടൊഴിഞ്ഞിട്ടില്ല. ഇതനുസരിച്ച് COVID-19നുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം മറ്റൊന്നാണ്. COVID-19 എന്ന മഹാമാരി ഏറ്റവും അധികം നാൾ നീണ്ടുനിന്നത് ഒരു ഡച്ച് പൗരനിലാണെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇദ്ദേഹം ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. 72-കാരനായ ഇദ്ദേഹത്തിന് 50 പ്രാവശ്യമാണ് കൊറോണ വൈറസിന് പരിവർത്തനം സംഭവിച്ചത്. 2023 ഇദ്ദേഹം മരിക്കുന്നതിന് മുൻപ് വരെ 613 ദിവസം ശരീരത്തിൽ അണുബാധ നിലനിന്നതായി ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്ററിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ദൈർഘ്യമേറിയ കോവിഡ് അണുബാധയ്ക്ക് വിധേയനായ ഇദ്ദേഹം പ്രതിരോധശേഷി ദുർബലമായതിനെ തുടർന്നാണ് മരിച്ചത്. കോവിഡ് പിടിപെടുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം വാക്സിൻ എടുത്തിരുന്നതായി ഗവേഷകർ പറയുന്നു. 2022 ഫെബ്രുവരിയിൽ COVID-19 ബാധിക്കുന്നതിന് മുൻപ് ഇദ്ദേഹത്തിന് രക്തരോഗം ബാധിച്ചിരുന്നു. ഇത് പ്രതിരോധ സംവിധാനത്തെ തകരാറിലാക്കിയതായി ടൈംസ് റിപ്പോർട്ട് ചെയ്തു. 50-ലധികം തവണ ശരീരത്തിൽ വൈറസ് പരിവർത്തനത്തിന് വിധേയമാക്കുകയും ഒടുവിൽ അൾട്രാ മ്യൂട്ടേറ്റഡ് വേരിയന്റിലേക്ക് രൂപാന്തരപ്പെടുകയും ചെയ്തതായി ഗവേഷകർ കണ്ടെത്തി. ഒരു ബ്രിട്ടീഷ് പൗരനിൽ 505 ദിവസം നീണ്ടുനിന്ന അണുബാധയായിരുന്നു ഇതിനു മുൻപ് രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ദൈർഘ്യമേറിയത്. ഡച്ചുകാരന്റെ കേസ് ഇതിനെ മറികടന്നെന്നാണ് ഗവേഷകർ പറയുന്നത്. ഒമിക്രോൺ വകഭേദം ബാധിക്കുന്നതിന് മുൻപ് COVID-19 വാക്സിൻ സ്വീകരിച്ചെങ്കിലും രോഗിയുടെ പ്രതിരോധ സംവിധാനം രോഗത്തെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു. ആന്റിബോഡി ചികിത്സയായ സോട്രോവിമാബ് ഉൾപ്പെടെയുള്ള ചികിത്സകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് രോഗം ബാധിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ വൈറസ് പ്രകടമാക്കി. എന്നാൽ ഈ സൂപ്പർ മ്യൂട്ടേറ്റഡ് വേരിയന്റ് രോഗിക്കപ്പുറം മറ്റൊരാളിലേക്ക് പകർന്നിട്ടില്ല. മഹാമാരിക്ക് കാരണമാകുന്ന വൈറസിന് ജനിതകമായി എങ്ങനെ മാറാൻ കഴിയുമെന്നും എങ്ങനെ പുതിയ രോഗങ്ങളെ സൃഷ്ടിക്കുന്നുവെന്നും ഇതിന്റെ ആവിർഭാവം വ്യക്തമാക്കുന്നതായി ഗവേഷകർ പറയുന്നു. പ്രതിരോധശേഷി കുറഞ്ഞവരിൽ വൈറസ് അണുബാധയുടെ അപകട സാധ്യതയും SARS-2 പരിണാമത്തെ ജീനോമിക് നിരീക്ഷണം തുടരേണ്ടതിന്റെ പ്രാധാന്യവും പഠനം വ്യക്തമാക്കുന്നുണ്ട്. കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയ അമേരിക്കയിലെ 24% മുതിർന്ന പൗരന്മാർക്കും 3 മാസത്തിന് ശേഷവും ലക്ഷണങ്ങൾ തുടരുന്നതായി ഗവേഷണം പറയുന്നു. ബാഴ്സലോണയിൽ അടുത്തയാഴ്ച നടക്കുന്ന ആരോഗ്യ ഉച്ചകോടിയിൽ ഗവേഷകർ 72-കാരന്റെ കേസ് സ്റ്റഡി അവതരിപ്പിക്കും.